ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. യോഹന്നാനെ, നീ മതസൗഹാർദ്ദത്തിന്റെ കഥയും പറഞ്ഞ് അടുത്തുകൂടിയപ്പോഴേ എനിക്ക് അപകടം മണത്തതാ. പിന്നോർത്ത് നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന്. വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന പകയും വിദ്വേഷവും വൈരാഗ്യവും ഇതോടുകൂടി തീരുന്നെങ്കിൽ തീരട്ടെ എന്ന്. അപ്പൊ തനിക്ക് എന്റെ ആയുസത്തിൽ കാണണം. എന്റെ 16 അടിയന്തരത്തിന്റെ ചോറും തിന്നണം. എന്നിട്ട് വിട്ടേക്കുന്നു 2 എണ്ണത്തിന് എന്റെ ആയുസ് എടുക്കാൻ. കയ്യിലൊതുങ്ങി കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ തീർത്തേനെ ഞാൻ അവിടെ ഇട്ട്. എന്നിട്ട് വന്നേക്ക മരുമകന്റെ സുഖാന്വേഷണം തിരക്കി. തന്റെ മകളെ കെട്ടാൻ എനിക്ക് സൗകര്യമില്ല. എന്റെ അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാ താൻ ഇതിനകത്തുനിന്ന് വന്ന കാലിൽ പോകുന്ന കരുതുന്നുണ്ടോ? തന്നെ ഓർത്തിട്ടല്ല, ആ ഡെയ്സി ഓർത്തിട്ട്. അവളെ ഓർത്തിട്ട് മാത്രം തന്നെ ഞാനിപ്പോ വെറുതെ വിടുക. പോയിക്കോ, എടോ പോകാൻ. അയ്യോ, നീ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ആളെ വിട്ടു അല്ലടാ. നീ ഇനി ഈ വീട് വിട്ട് പോവില്ല. കൊല്ലുവടാ നിന്നെ ഞാൻ. അയ്യോ, ഒന്നും ചെയ്യരുതേ. അയ്യോ മഹേട്ടാ, അയ്യോ ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് എന്ത് ധൈര്യത്തിലാടാ നീ ഈ മാണിക്കോത്തേക്ക് കേറി വന്നത്? മഹേട്ട വേണ്ട. ഞങ്ങൾ എന്താടാ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചോ നീ? മഹേട്ട വേണ്ട, വിട്ടേക്ക്. യവനെ വിടാനോ? യവനെ ഞാനിന്ന് കൊല്ലുവടി. വേണ്ട, നീ എണീക്കണ്ട. നിന്ന് പെടുമരണം വാങ്ങിച്ചു കൂട്ടാതെ പോവാൻ നോക്കടോ. വിളിച്ചോണ്ട് പോ പെണ്ണുമ്പളെ. ഇല്ലെങ്കി ഇവിടുന്ന് പെട്ടിയിലാക്കി പള്ളിപ്പറമ്പിലേക്ക് എടുക്കേണ്ടി വരും ഈ മുതല കുഞ്ഞിനെ. അറിഞ്ഞോണ്ട് തന്നെയാടാ യവനെ പണിയാൻ ഞാൻ ആളിനെ ഇറക്കിയത്. അത് ഞാൻ നിർത്താൻ പോകുന്നുമില്ല. ഇപ്പൊ ഈ കാണിച്ച കണ്ണൻ തിരുവിന് എന്റെ പക പോകുന്നത് ഇവനിലേക്ക് തന്നെ. ശിവ, തീർക്കും ഞാനിവനെ നടു റോഡിലിട്ട്. എനിക്കല്ലേ കാണിച്ചു തരാണ് എല്ലാത്തിനും ഞാൻ. നോക്കിക്കോ, നടക്കടി അങ്ങോട്ട്. നിനക്ക് എന്തെങ്കിലും പറ്റിയോ?